നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്നോടാരും ഇന്നുവരെ കണക്ക് ചോദിച്ചിട്ടില്ല. അക്കൗണ്ടിൽ നിന്നും ഞാൻ എടുക്കുന്ന പണം ഇതുവരെ ആരും ചെക്ക് ചെയ്തിട്ടുമില്ല. പക്ഷേ ഇപ്പോൾ അതല്ല അവസ്ഥ. രാധികമോൾ എൻ്റെ കൂടെ ഒന്ന് റൂം വരെ വന്നു. എന്താ മാഡം? പറയാം, പെട്ടെന്ന് എൻ്റെ കൂടെ വാ. വരൂ. എന്താ ഐശ്വര്യ, എന്താ ഒരു മുന്നറിയിപ്പ് പോലും ഇല്ലാതെ? ഇവിടേക്ക് വരാൻ എന്തിനടുത്തി ഒരു മുന്നറിയിപ്പ്? ഇവിടെ എന്താ ഞാൻ കാണാൻ പാടില്ലാത്ത വല്ല കാര്യമുണ്ടോ? ഈ മ്യൂസിക് സ്കൂളിലോ? ഇവിടെ എന്താ എത്ര വലിയ രഹസ്യം? അല്ല, ശ്യാമ എവിടെ? ശ്യാമ ഇവിടെ ഇല്ലല്ലോ. ശ്യാമമ്മയുടെ ഇവിടെ നിങ്ങളെ മ്യൂസിക് പഠിപ്പിക്കാൻ വരാറുണ്ടോ? ഇല്ല. നിങ്ങള് ശ്യാമ മാഡത്തിനെ കണ്ടിട്ടേ ഇല്ല? ശ്യാമ മാഡം വരുമെന്ന് പറഞ്ഞായിരുന്നു. എന്താ മാഡം എന്തിനെങ്ങനെ മറിഞ്ഞു നിൽക്കുന്നത്? അതൊക്കെ ഞാൻ പിന്നെ പറയാൻ മോളെ. അതെ, ശ്യാമ ഇവിടെ വരാറില്ലെങ്കിലേ പിന്നെ ഞാൻ ശ്യാമയുടെ പാട്ട് കേട്ടതോ? ഇപ്പൊ ഇവിടെ ഇരുന്ന് ശ്യാമ പാടിക്കൊണ്ടിരുന്നില്ലേ? ശ്യാമയുടെ ശബ്ദം എനിക്ക് തിരിച്ചറിയാം ഏതവസ്ഥയിലും. ആ, അതോ? അത് കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി ശ്യാമയുടെ കീർത്തനങ്ങള് പ്ലേ ചെയ്യുന്ന പതിവുണ്ട്. ചിലപ്പോ അതായിരിക്കും ഐശ്വര്യ കേട്ടത്. ഈ സ്കൂളില് സ്റ്റാഫ് എത്ര പേരുണ്ട്? എനിക്കതൊന്നും കൃത്യമായിട്ട് അറിയില്ല. വളരെ പ്രധാനപ്പെട്ട ചിലരൊക്കെ ക്ലാസ് എടുക്കാറുണ്ട്. അതൊക്കെ ശ്യാമ തന്നെ അറേഞ്ച് ചെയ്യുന്നത്. ഐശ്വര്യക്ക് എന്താ അറിയണ്ടേന്ന് വെച്ചാ ശ്യാമയെ വിളിച്ചു ചോദിക്കും. അത് ഞാൻ വിളിക്കണോ? വേണ്ട, വിളിച്ചു ചോദിച്ചറിയേണ്ട കാര്യം എനിക്കില്ല. അല്ലാതെ അറിയാൻ പറ്റുമോന്ന് ഞാനൊന്ന് നോക്കട്ടെ.
അമൃതേടത്തിക്ക് രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ വലിയ ഇഷ്ടമാണല്ലേ? എനിക്കും ഇഷ്ടമാണ്. രഹസ്യങ്ങൾ സൂക്ഷിക്കാനല്ല, മറ്റുള്ളവർ സൂക്ഷിച്ച രഹസ്യങ്ങൾ തിരിച്ചറിയാം. മാഡം, ഫിദ എവിടെ? അപ്പുറത്തുണ്ട്. അല്ല, ഫിദ മാഡം ആകെ ടെൻഷനിലാണല്ലോ. ആരാ ഇപ്പൊ പോയത്? അത് ഫിദ മാഡത്തിനെ ദ്രോഹിക്കാൻ നടക്കുന്ന ഒരു സ്ത്രീയാ. ഫിദ മാഡത്തിന് ശത്രുക്കളോ? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നല്ലവർക്ക് ശത്രുക്കളുണ്ടാവും. അതാ ഫിദ മാഡത്തിന് ശത്രുക്കളുള്ളത്. ഞാൻ അവരെ കണ്ടു. ഇതിനു മുൻപ് എവിടെയോ കണ്ടതുപോലെ തോന്നുകയും ചെയ്തു. അത് മോൾക്ക് തോന്നുന്നതായിരിക്കും. വരൂ, നമുക്ക് ഫിദയുടെ അടുത്തേക്ക് പോവാം. എന്താന്ന് വെച്ചാ ചന്ദ്രേടൻ തന്നെ ചോദിക്ക്. ഞാൻ ചോദിച്ചപ്പോ അവൻ എന്നോട് ബഹളം വെക്ക. എന്താടാ? എനിക്കിനി കണിമംഗലം അസോസിയേഷനിൽ പോകാൻ പറ്റില്ല. എന്താ? പോകാൻ പറ്റില്ല, അത്ര തന്നെ. കണിമംഗലം അസോസിയേറ്റ്സിന്റെ ഓഫീസിൽ നിന്നെ ഞാൻ കൊണ്ടുവന്നിരുത്തിയതിന് ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യങ്ങളൊക്കെ കൃത്യമായി നടന്നിരുന്നല്ലോ. ഓഫീസിന്റെയും സ്ഥാപനങ്ങളുടെയും ചാർജ് വല്യച്ഛനായിരുന്നപ്പോ എന്റെ ഇഷ്ടങ്ങളൊക്കെ അവിടെ നടക്കുമായിരുന്നു. എന്നോടാരും ഇന്നുവരെ കണക്ക് ചോദിച്ചിട്ടില്ല. അക്കൗണ്ടിൽ നിന്നും ഞാൻ എടുക്കുന്ന പണം ഇതുവരെ ആരും ചെക്ക് ചെയ്തിട്ടുമില്ല. പക്ഷേ ഇപ്പൊ അതല്ല അവസ്ഥ. വരുൺ എല്ലാം പരിശോധിച്ചു തുടങ്ങിയിരിക്കുന്നു. അക്കൗണ്ട് സെക്ഷനിലേക്ക് കൃത്യമായി ഉത്തരവും പോയിട്ടുണ്ട്. വരുണിന്റെ അനുമതി ഇല്ലാതെ ഒരു പൈസ പോലും എടുക്കാൻ പാടില്ലെന്ന്. അപ്പൊ പിന്നെ ഞാൻ ആരാച്ച? മാസക്കൂലി വാങ്ങിക്കുന്ന മറ്റു തൊഴിലാളികളിൽ നിന്നും എനിക്കുള്ള പ്രത്യേകത എന്താ? അങ്ങനെയൊക്കെ ചെയ്തോ അവൻ? ചെയ്തു അമ്മേ. അത് മാത്രമല്ല, അവിടുത്തെ മറ്റ് സ്റ്റാഫുകളുടെ മുന്നിൽ വെച്ച് എന്റെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് പറഞ്ഞ് എന്നെ ശാസിക്കാനും ശ്രമിക്കുന്നു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.